ഹലോ അമ്മ, ഞങ്ങൾക്കൊരു വിസ വന്നിട്ടുണ്ട്. എല്ലാരും പോണെന്നാണ് പറയണത്. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾക്ക് ദുബായിലാണ് വിസ വന്നിട്ടുള്ളത്. എല്ലാവരും പോകണം തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ 4 പേരുണ്ടോ? ഓ, ഞങ്ങൾ 4 പേരെയാണ് വിളിച്ചിട്ടുള്ളത്. സൂക്ഷിച്ച് പോയിട്ട് വരണം കേട്ടോ. ഓ ശരി അമ്മ. എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? ദുബായിക്ക്. ഞാൻ എൻ്റെ അമ്മൻ്റെ വീട്ടിലല്ലേ, അപ്പം ഞാൻ ഒരു ആഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഒരാഴ്ച ഇല്ലെങ്കിൽ 1 മാസം. വീടിനെയൊക്കെ നന്നായി സൂക്ഷിച്ചോണം കേട്ടോ. സൂക്ഷിക്കില്ലേ? 4 പേരുണ്ടല്ലോ അല്ലേ? അടിച്ചു പൊളിച്ച് പോയിട്ട് വാ. ശരി അമ്മ. അമ്മ സമ്മതിച്ച? എന്നാലും സമ്മതിച്ചു. എന്തായാലും അടിച്ചു പൊളിച്ച് പോവാ. ശരിയാ, നന്നായി അടിച്ചു പൊളിച്ചിട്ട് വരാം. ഞാൻ തന്നെ റൂം ബുക്ക് ചെയ്തിട്ടാ. ഞാൻ ഫ്ലൈറ്റിന്റെ ഇത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും പരിപാടിയൊക്കെ ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ എന്തായാലും റൂം ബുക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയിട്ട് വരാം. ഇന്ന് തന്നെയാണോ പോകുന്നത്? ഇന്ന് തന്നെയാണ് പോകേണ്ടത്. ഞാൻ വിചാരിച്ചു നാളെയാണ് പോണെന്ന്. എല്ലാം ബുക്ക് ചെയ്യുന്നില്ലേ? ചെയ്തു. നമുക്കെന്നാ വേഗം പോവാ. ബാഗൊക്കെ പാക്ക് ചെയ്തില്ലേ? ഞാനൊക്കെ ബാഗ് പാക്ക് ചെയ്തു. ബാഗ് പാക്ക് ചെയ്തു നീ? ഞാനൊക്കെ പാക്ക് ചെയ്തു. എന്തിനാ അങ്ങനെ ചൂടാവണ്? എല്ലാം ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ശരി, വാ പോവാ. ഞാനും വരാം. എന്നാ വേഗം വാ. നീ ഇത്ര നേരം എവിടെയായിരുന്നു? വേഗം വാ. ഞാൻ വരാം. അയ്യോ, നല്ല കനം. ഇനി ഇവിടുന്ന് 8 മണിക്കാവും. എന്തായാലും 8 മണിക്കാണ് ഫ്ലൈറ്റ് എടുക്കുക. എന്തായാലും രാത്രി അവിടെ ലൈറ്റ് ഒന്ന് വേഗം വരുമോ? വരാം. നിങ്ങള് വണ്ടി എടുക്ക്. നമ്മളെ വീട് എത്താനായിന്ന് തോന്നുന്നു. ആ വീട് നോക്ക്, നല്ല രസമല്ലേ? ഞാൻ നോക്കട്ടെ. ഇതന്നെയാണ് വീട്. ഇതന്നെയല്ലേ വീട്? ഇതന്നെയാ വീട്. എന്നാ വാ, ഉള്ളിൽ പോവാ. വാ പോവാ. പോവാ. ഈ വഴി തന്നെ നല്ല വീടല്ലേ? സ്നാക്സ് ഒക്കെ വെച്ചിട്ട് പോയിരിക്കുന്നത്. ആരെങ്കിലും വന്നിട്ടുണ്ട്? ജ്യൂസാണെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി വെച്ചിട്ടുണ്ടല്ലേ? എന്താ ഈ സ്നാക്സ് ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഇനി ആരെങ്കിലും വന്നിട്ടുണ്ടാവും ഇവിടെ? എന്തോ
അതെ, നീ പറഞ്ഞ ശരിയാണ്. ഇവന്നെ ഇങ്ങനെ അതന്നെ ആരോ കഴിച്ചത് പോയ ഫുഡ്, അതാണ് ഇപ്പൊ അവൻ കഴിക്കുന്നത്. ആ ശരിയാ. അവൻ എന്തോ ചെയ്തോട്ടെ. ഇപ്പൊ എന്താ കാണിക്കുന്നത് നോക്ക്, മൊത്തം എടുത്ത് തിന്നു കഴിയും. അത് ഇപ്പൊ തന്നെ കഴിയും. അവൻ എന്തോ ചെയ്തോട്ടെ. വാ നമുക്ക് കിടക്കാം. ഇതാരുടെ ഹെൽമെറ്റ്? അതാരുടെ ഫോട്ടോസ്? ശരിയാ. പിന്നെ കൊറേ പ്രൈസസ് ഉണ്ട്. ഇത് ഞാൻ വീട്ടിൽ പോയി അതൊക്കെ തൊടാൻ പോയിട്ടാ. അതൊക്കെ പോയി തൊടല്ലേ. അത് ആദ്യമാണെന്ന് നമുക്ക് തന്നെ അറിയില്ല. ഇങ്ങോട്ട് വാ. കാരണം നമ്മൾ ഇത്ര ദിവസം ഇത്ര നേരം ലോങ് ഡ്രൈവ് ആയി വന്നതല്ലേ. എന്തൊക്കെ നമുക്ക് നല്ല ക്ഷീണമുണ്ട്. വാ കിടക്കാം. അല്ല, അത് ചേച്ചിനെ പോലെ ഉണ്ടല്ലോ. ഈ ഫോട്ടോ നോക്കിക്കേ. അത് എന്നെ പോലത്തെ വേറെ ആരെങ്കിലും ഒക്കെ. എന്നെ പോലത്തെ കുറെ പേര് ഈ ലോകത്തുണ്ടല്ലോ. ആ കിടക്കാം. എന്നിട്ട് ഞാൻ പറയാം, ഒരാളെ ഒരു 50 പേരെ ഉള്ളു നല്ല കഥയാ. ശരിയാ. നല്ല ക്ഷീണമുണ്ട്. ഡ്രസ്സും ബാഗും ഒക്കെ കാര്യങ്ങൾ കുറെ ഉണ്ടല്ലോ. മേക്കപ്പ് സെറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അതെന്തെയാ? നല്ല അടിപൊളി അലമാരല്ലേ. ഡ്രസ്സും മാസ്കും ഇവിടെ ഡ്രസ് ഉണ്ട്. സാരിയും കൊറേ ഇവിടൊക്കെ ബാഗ്സും മാലയും ഒക്കെ ഉണ്ടല്ലോ. ഈ ചെറിയ കുട്ടികളുടെ ഡ്രസ്സല്ലേ? ഡ്രസ് നിങ്ങൾ എന്ത് കാണിക്കുന്നേ? ആരുടെയും ഡ്രസ്? അത് ശരിയാണല്ലോ. ഇതൊക്കെ ആരുടെ ഡ്രസ്? നിന്റെ ഇല്ലേ ഈ പാന്റ്? എന്റെ ഇല്ലല്ലോ. നീ അന്ന് ഇറക്കിയത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇതുപോലെ ഉണ്ടായിരുന്നല്ലോ. ഇല്ല, എന്റെ ഇല്ല. നിങ്ങൾ ഇതൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നേ. ഇതൊക്കെ ക്ഷീണമല്ലേ? നമ്മൾ എത്ര ലോങ് ഡ്രൈവിലാണ് വന്നത്. വാ കിടന്നുറങ്ങാ. ഇതെന്റെ ഡ്രസ് ചിലപ്പോ നമുക്ക് ഇടാൻ വേണ്ടിയുള്ള ഡ്രസ് ആയിരിക്കും. ഇത് മോളിന്റെ ടാഗാണോ? അതേലോ. അവളുടെ അച്ഛന്റെ പേരല്ലേ കൃഷ്ണപ്രസാദ്. ഇതെന്താ? ഇതിന്റെ ഫോട്ടോ